എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് നമുക്ക് ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ ചപ്പാത്തി, ചോറ്, കഞ്ഞി അങ്ങനെ എന്തിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ തയ്യാറാക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ അല്ലി വെളുത്തുള്ളി ആണെന്നൊരിക്കൽ ഒരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നിയിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി തന്നെ ചേർക്കുക കേട്ടോ. സവാള ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയം ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി വന്നിട്ട് നമുക്ക് ദോശ, ഇഡ്ഡലി, അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു പനിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വായിക്ക് രുചിയൊന്നും ഇല്ലാന്ന് വരികിൽ ഈ ഒരു ചട്നിയും കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് വരികിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. കാരണം അത്ര ടേസ്റ്റിയാണ് ഈ ഒരു ചട്നി വന്നിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം ആവശ്യത്തിന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളിയെല്ലാം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ ചതച്ച മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഈ ഒരു ചട്നിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വരികിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ചതച്ച മുളകിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചട്നി വന്നിട്ട് അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉള്ളൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ 1.25 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച മുളകും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ആ ഒരു തക്കാളിയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി നല്ല കുഴഞ്ഞ പരുവാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം മതിയാകും ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ തക്കാളിയിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ വറ്റി നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ ചമ്മന്തിയുടെ ആ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോയിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റി നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ടൊമാറ്റോയുടെ ആ പുളിയും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.